നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഷവർലെറ്റിൻ്റെ തവേര ഫോൾഡിംഗ് സീറ്റ് കേബിളിൻ്റെ സേഫ്റ്റിയെക്കുറിച്ചാണ്. ഈ കാണുന്നത് ഏറ്റവും പുറകിലത്തെ റോയിൽ വരുന്ന ഫോൾഡിംഗ് സീറ്റാണ്. നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ഒറ്റ സീറ്റാണ് വരുന്നത്, ബെഞ്ച് സീറ്റാണ്. ഇതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം എടുത്തു പറയുന്നത്, ഈ ഫോൾഡിംഗ് കേബിൾ ശരിയായിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ, അതായത് മാസത്തിലൊരു 2 പ്രാവശ്യമെങ്കിലും ഈ സീറ്റ് ഫോൾഡ് ചെയ്യാത്ത പക്ഷം കാലക്രമേണ ഫോൾഡിംഗ് കേബിൾ, അതായത് ഇതിങ്ങനെ വൈ ഷേപ്പിനാണ് വന്നിരിക്കുന്നത്. ഒരു കേബിൾ ഇവിടെ നിന്നും ഇവിടെ വരെയും, ഒരു കേബിൾ ഇവിടെ നിന്നും ഇവിടെ വരെയും, അങ്ങനെയാണ് ഇതിൻ്റെ കേബിളിൻ്റെ രീതി പ്രവർത്തനം വന്നിരിക്കുന്നത്. ഏതെങ്കിലും ഒരു കേബിൾ പൊട്ടിക്കഴിഞ്ഞാൽ സീറ്റ് ഫോൾഡ് ആവാത്ത ഒരവസ്ഥ വരും. അതുമല്ല, ഇതിൽ പറ്റുന്ന മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത്, എടുത്തു പറയേണ്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത്, സീറ്റ് ഉപയോഗിച്ചില്ലെങ്കിൽ കാലക്രമേണ കേബിൾ ബ്രേക്കായി പോവുകയും തകരാറ് സംഭവിക്കുകയാണെങ്കിൽ പിന്നെ മാറ്റുവാൻ ബുദ്ധിമുട്ട് വരികയും ചെയ്യും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഉപയോഗം ഇല്ലെങ്കിൽ കൂടിയും വല്ലപ്പോഴൊരിക്കെങ്കിലും ഇത് ഫോൾഡ് ചെയ്യണമെന്നാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. ഏകദേശം 5 വർഷത്തിന് മുന്നേ ഈ ഫോൾഡിംഗ് സീറ്റിൻ്റെ കേബിളിൻ്റെ വില 480+ ടാക്സ് ആയിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ വില മാറിയിട്ടുണ്ടായിരിക്കാം. വർഷങ്ങൾ കഴിയുന്നതിനനുസരിച്ച് കേബിളിൻ്റെ വിലയ്ക്കും വ്യത്യാസം വരാം. 5 വർഷങ്ങൾക്ക് മുമ്പ് 480 ടാക്സുമായിരുന്നു ഇതിൻ്റെ വില വന്നിരുന്നത്. ഇപ്പോൾ അതിനെക്കാട്ടി കൂടുതൽ വരാനേ സാധ്യതയുള്ളൂ. ഒരു കാരണവശാലും ഇങ്ങനെയുള്ള സീറ്റ് ഉള്ള വാഹന ഉടമകൾ, തവേരയ്ക്ക് 2 ടൈപ്പ് സീറ്റ് വരുന്നുണ്ട്. അതായത് ഈ സൈഡിൽ ഓപ്പോസിറ്റ് സീറ്റ് വരുന്നുണ്ട്, ജീപ്പിൽ പോലെ ഇരിക്കുന്നത് പോലെ ഓപ്പോസിറ്റ് സീറ്റും വരുന്നുണ്ട്, ഇതുപോലെ ഫോൾഡിംഗ് സീറ്റും വരുന്നുണ്ട്. അതുപോലെ തന്നെ ചില വാഹനത്തിനൊക്കെ ഈ ലിവറിൻ്റെ കണക്ഷനൊക്കെ ഊരി ഇടാറാണ് പതിവ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇത് വല്ലപ്പോഴൊരിക്കെങ്കിലും ഫോൾഡ് ചെയ്യണം. ഫോൾഡ് ചെയ്യാത്ത പക്ഷം ഇതിൻ്റെ ഉള്ളിലത്തെ കേബിൾ, സാധാരണ ബൗഡൻ കേബിളാണ് വരുന്നത്, ആ ബൗഡൻ കേബിളിന് തുരുമ്പെടുത്തിട്ട് അത് ബ്രേക്കായി പോകാനും നശിച്ചു പോകാനും സാധ്യത കൂടുതലാണ്. ഒരു പക്ഷേ ലഗേജോ അല്ലെങ്കിൽ ബോക്സോ വല്ലതും കയറ്റുന്നുമെങ്കിൽ ഈ ഒരു സീറ്റ് ഫോൾഡ് ചെയ്യാതെ കയറ്റുവാൻ പറ്റില്ല. അതുമല്ല, ഡിക്കി സ്പേസ് തീരെ കുറവാണ്. തവേര, സൈലോ, ഇന്നോവ തുടങ്ങിയ വാഹനങ്ങൾക്കെല്ലാം ഡിക്കി സ്പേസ് തീരെ കുറവാണ്. ഇന്നോവയ്ക്കൊരു ഗുണമെന്ന് പറയുന്നത്, ഈ 2 സീറ്റ് ജോയിൻ്റാണ് വരുന്നത്, ഇങ്ങനെ ജോയിൻ്റായിട്ടാണ് വരുന്നത്. അത് ഏതെങ്കിലും ഒരു സൈഡിലോട്ടെങ്കിലും ഫോൾഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനത് പറ്റത്തില്ല. തവേരയ്ക്കും സൈലോയ്ക്കും ആ ഒരു രീതിയല്ല, സീറ്റ് മുന്നിലോട്ട് ഫോൾഡ് ചെയ്യാനേ പറ്റത്തുള്ളൂ. അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന തവേര യൂസ് ചെയ്യുന്ന വാഹന ഉടമകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വല്ലപ്പോഴും ഒരിക്കലെങ്കിലും ഈ സീറ്റ്, ഇതുപോലത്തെ ഫോൾഡിംഗ് സീറ്റ് ഫോൾഡ് ചെയ്ത് ഒരു രീതിയിലുള്ള തകരാറും ഇല്ലെന്ന് നോക്കി ഉറപ്പ് വരുത്തേണ്ടതാണ്.